KPCC ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ പറ്റിച്ചതായി അങ്കമാലിയിലെ കുടുംബം. ബെന്നി ബെഹനാൻ എംപിയും റോജിയൻ ജോൺ MLAയും ഉൾപ്പെടെ പങ്കെടുത്ത് വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും വിധവയും 2 പെൺമക്കളും ഉൾപ്പെടുന്ന കുടുംബം ചൂണ്ടിക്കാട്ടി. അതേസമയം കുടുംബത്തിന്റെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ CPIM വീട് നിർമ്മാണം ഏറ്റെടുത്തു. പകുതി പണി അവര് മെയിൻ മാർക്കയുടെ തട്ടുവരെ അവരെ അടിച്ചതാ, അതുവരെ അവർ പൊളിച്ചുകൊണ്ടുപോയി. റോഡിന് വീതി കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്കമാലി നായത്തോട് പറവട്ടി പരേതനായ ഷാജുവിൻ്റെ ഭാര്യ സിനിയും 2 പെൺമക്കളടങ്ങുന്ന കുടുംബവുമാണ് കോൺഗ്രസിൻ്റെ വഞ്ചനയ്ക്കിരയായത്. KPCC ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബർ 4-ന് ബെന്നി ബെഹനാൻ MPയും റോജി എം ജോൺ MLAയും നഗരസഭാ ചെയർമാൻ ഷിയോപോളും മറ്റു കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ പങ്കെടുത്ത് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും പിന്നീട് പ്രവൃത്തി ഉപേക്ഷിച്ചു. മാത്രമല്ല കട്ടളയും ജനലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അഴിച്ചു കൊണ്ടുപോയതായും കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വീട് പണി പകുതിയായിപ്പോൾ അവർ കൊണ്ടുപോയത് ഷിയോപോളും കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ MP MLA എല്ലാവരും കൂടി കണ്ടിട്ട് എല്ലാ പണിയും തീർത്തു തരാം, ഫുള്ള് ഫർണിച്ചറൊക്കെ ചെയ്തു തരാമെന്ന് തുടങ്ങി പണി ഒരു ഭാഗമായി കഴിയുമ്പോൾ അവർ കമ്പനി തുടങ്ങാറായി അവർ ഉപേക്ഷിച്ചു പോയി. വിധവയായ സിനിയുടെയും കുടുംബത്തിൻ്റെയും ദുരവസ്ഥ തിരിച്ചറിഞ്ഞ CPIM പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്: കോൺഗ്രസുകാരെ ഇടയ്ക്ക് വെച്ച് പണി നിർത്തി പൂർത്തീകരിക്കാതെ പോയ ഈ വീട് ഞങ്ങൾ ഏറ്റെടുത്ത് CPM ഏറ്റെടുത്ത് പണിയാമെന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ഈ പണി പൂർണ്ണമായും പാർട്ടി ഏറ്റെടുത്ത് തീർക്കും. വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പറ്റിച്ച് പാവപ്പെട്ട കുടുംബത്തെ അവഹേളിച്ച കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് CPIM ലോക്കൽ കമ്മിറ്റി അംഗം TY ഏലിയാസ് പറഞ്ഞു. ഇതിനുവേണ്ടി പിരിച്ച പണം എത്രയാണ്, എവിടെയാണ് ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതി ശരിയാണോ? വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. KPCCയും ആ പാത പിന്തുടരുകയാണോ എന്നുള്ള സംശയമാണ് പ്രദേശവാസികൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത്. നായത്തോട് മേഖലയിലെ CPIM ജനപ്രതിനിധികളുടെ 1 മാസത്തെ ഓണറേറിയത്തിനു പുറമെ സുമനസ്സുകളുടെ സഹകരണത്തോടെയുമാണ് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ CPIM ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.